നീ മകൻ്റെ പേരിട്ട് കഴിഞ്ഞാലേ നീ നല്ല സർവീസ് കൊടുക്കും. കാരണം കസ്റ്റമേഴ്സിന് സർവീസ് കിട്ടിയില്ലെങ്കിൽ തേജസ് മോശമാണെന്നേ പറയുള്ളൂ. അപ്പൊ മോനെ ചീത്ത പറയാനോ ചീത്തയാക്കാനോ ഒരു അച്ഛൻ തയ്യാറാവില്ല. അപ്പൊ നമുക്ക് തേജസ്സിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ തേജസ് എന്ന് പേര് ഇടാൻ കാരണം എന്താണ്? തേജസ് വരാൻ കാരണം ഇതേപോലെ സെയിം ഞാൻ പറഞ്ഞ ഫാമിലി സുഹൃത്തായിട്ട് ഞങ്ങൾ ഒരു തിരുവല്ല എന്ന സ്ഥലത്ത് ഒരു പോയ സമയത്ത് ഒരു അസോസിയേറ്റ് പ്രൊഫസറെ കണ്ടു. ആള് ബൈ ബർത്ത് ആസ്ട്രോളജി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. മീൻസ് ചില ആൾക്കാരെ കാണുമ്പോൾ തന്നെ അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഇവർ സോളാറിൻ്റെ മേഖലയിൽ ഒരു സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്, സ്വന്തം ബ്രാൻഡ്. അപ്പോൾ അതിനൊരു പേര് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആളിങ്ങനെ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ പേരൊന്ന് ആളൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു മകൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മകൻ്റെ ഫുൾ നെയിം തേജസ് ആണെന്ന് പറഞ്ഞു. തേജസ്സോട് കൂടിയോ, ഞാൻ സാൻസ്ക്രിറ്റ് വേർഡാണ് പറഞ്ഞു. വേറെ പേര് നോക്കേണ്ട ആവശ്യമില്ല, സൂര്യ തേജസ്, തേജസ് എന്ന് ഇട്ടോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ആ പേര് വെരി ഗുഡ് വരണത്. അതിന് രണ്ട് കാര്യങ്ങളുണ്ടായിട്ട്, ഒന്ന് സൂര്യനോട് സാമ്യമുള്ള ഒരു പേര്, തീർച്ചയായിട്ടും തേജസ് സൂര്യൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതെ. രണ്ടാമത് ആ വ്യക്തി എന്നോട് പറഞ്ഞൊരു മറുപടി ഉണ്ട്, നീ മകൻ്റെ പേരിട്ട് കഴിഞ്ഞാലേ നീ നല്ല സർവീസ് കൊടുക്കും. കാരണം കസ്റ്റമേഴ്സിന് സർവീസ് കിട്ടിയില്ലെങ്കിൽ തേജസ് മോശമാണെന്നേ പറയുള്ളൂ. അപ്പൊ മോനെ ചീത്ത പറയാനോ ചീത്തയാക്കാനോ ഒരു അച്ഛൻ തയ്യാറാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പേരിട്ട്. ഒപ്പം തന്നെ എന്നോട് പറഞ്ഞൊരു ഇൻഫർമേഷൻ, വൈഫിൻ്റെ പേരിൽ സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു. വേറെ ഒന്നുമല്ല, കേരളത്തിൽ അങ്ങനെ ഒരു ഇതുണ്ട്, ലേഡീസിൻ്റെ പേരിൽ സ്റ്റാർട്ട് ചെയ്താൽ ഒരാണ് ചെയ്യണേക്കാൾ ഒരു 2 to 3 ഇരട്ടി ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചെറിയത് വിശ്വാസമായിരിക്കാം. പക്ഷേ വൈഫിൻ്റെ പേരിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ശരത്തിന്റെ സ്ഥാപനത്തിന്റെ മകന്റെ പേരിട്ടു, ഭാര്യയാണ് ഉടമ. ഉടമ ബിസിനസ് സെയിൽസ്മാൻ ഞാനാണ്.